إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കാര്യങ്ങളിൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് നീതിബോധവും വിനയത്തിൻ്റെ ബോധവുമാണ്. എത്ര ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത രീതിയാണ് നമുക്കുള്ളതെങ്കിലും അവിടങ്ങളിലെല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ സംബന്ധിച്ച്, അവരുടെ ജീവിത ആവശ്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുകയും നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് വിപരീതമായിട്ടാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള അധികാരങ്ങളും അതുപോലെ തന്നെ കൈയടക്കലുകളും അതിനുവേണ്ടിയുള്ള കിടമത്സരങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലും നമുക്കെമ്പാടും ഇതുപോലെയുള്ള സംഘട്ടനങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റവുമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുമുണ്ട്. അതെല്ലാം ദീനീ വിശ്വാസത്തിൻ്റെ പേരിലും അതിന് എതിരെ നിൽക്കുകയും അതിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം സന്ദർഭങ്ങളിൽ പോലും നീതിയെയും തൻ്റെ ശത്രു എന്ന് തൻ്റെ മുമ്പിലുള്ള ശത്രുവിൻ്റെ കാര്യത്തിൽ അവനെ നശിപ്പിക്കുക എന്നുള്ളതല്ല, ഈ ആദർശത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആ സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിം ഭരണനേതൃത്വത്തിനും അതിൻ്റെ കാര്യങ്ങൾ കൈയാളുകയും ചെയ്യുന്ന ആളുകളിൽ പോലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി, ഖുദ്സ് മോചനത്തിന് വേണ്ടി പോരാടിയ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ യുദ്ധ പോരാട്ടത്തിൽ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാതൃക നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അദ്ദേഹം ആ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ
മറുപക്ഷത്തെ പക്ഷത്തെ രാജാവായ ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് രാജാവിന് പരിക്കേൽക്കുകയുണ്ടായി. അങ്ങനെ പരിക്കേറ്റ് അദ്ദേഹം രോഗബാധിതനായി. ഈ വിവരം അറിഞ്ഞ സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധം നിർത്തിവെക്കുകയും എന്നിട്ട് തൻ്റെ ഡോക്ടർമാരുടെ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയും അദ്ദേഹത്തിന് മികച്ച രൂപത്തിലുള്ള ചികിത്സ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറ്റുന്നതിന് അതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി പഴങ്ങളും അതുപോലെ തന്നെ മഞ്ഞുകട്ടയുമൊക്കെ അയച്ചു കൊടുത്തു എന്നത് മറ്റൊരു മാനവ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. സലാഹുദ്ദീൻ അയ്യൂബിയെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിനെ നശിപ്പിക്കലോ അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കലോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൈയടക്കലോ ആയിരുന്നില്ല, മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏത് തരത്തിലുള്ളതായിരുന്നാലും, എന്നിട്ട് അദ്ദേഹം ഖുദ്സ് ജയിച്ചെടുത്തതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതുപോലെയുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയത്. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും മോചനം നൽകി വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലോകം, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ലോകം നിലനിൽക്കുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്. അനീതി ചെയ്യുന്ന, അക്രമം നടത്തുന്ന, മറ്റുള്ള ആളുകളെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളോട് അള്ളാഹു കൽപ്പിക്കുന്നത് നീതിയോടുകൂടി നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളെ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടും കൊടുത്തുകൊണ്ടും, അത് ശത്രുക്കളാണ് എന്ന് ധരിക്കുന്ന ആളുകളായാൽ പോലും നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. കാരണം നമ്മളല്ല ഇതിൻ്റെ ഒന്നും കൈകാര്യകർത്താക്കൾ. ഈ ലോകത്തിൻ്റെ ഒരു കാര്യം, ഒരു പുൽക്കൊടിക്ക് പോലും, ഒരു ചെറിയ ജീവിക്ക് പോലും ഉപജീവനം നൽകുന്നതും അതിനെ സംരക്ഷിക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവാണ് എല്ലാവർക്കും വിഭവങ്ങൾ നൽകുന്നത് എന്നുള്ള പറയുന്നു. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു, തീർച്ചയായും എൻ്റെ റബ്ബാണ് അവൻ്റെ അടിമകൾക്ക് ഭക്ഷണം യഥേഷ്ടം നൽകുന്നതും അതുപോലെ തന്നെ അതിന് ലിമിറ്റേഷൻ നൽകുന്നതും അല്ലാഹു, വയഖ്ദിറു ലഹു, പരിമിതപ്പെടുത്തുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ട് വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുവോ ഫഹുവ യുഖ്ലിഫുഹു, ആ ചെലവഴിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നതാണ് എന്നുള്ള പറയാണ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയോ വകവെച്ച് കൊടുക്കുകയോ ചെയ്താൽ അതെല്ലാം തീർന്നു പോകും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെലവഴിക്കുന്നത് ശരിയല്ല എന്ന ധാരണ ഇവിടെ ഖുർആൻ തിരുത്തുകയാണ്. നിങ്ങൾ ചെലവഴിച്ചാലാണ് അല്ലാഹു പകരം നൽകുന്നത്. വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ അങ്ങേയറ്റം വിഭവങ്ങൾ നൽകുന്നവരിൽ അങ്ങേറ്റം ഖൈറായിട്ടുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇബാദത്തുകൾ പോലും, ആരാധനകൾ, അള്ളാഹുവിന് വേണ്ടി നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ പോലും ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടണം. അതാണ് ഇബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അത് പരിഹരിക്കാനുള്ളൊരു മാർഗമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് തികയാത്ത കാര്യങ്ങളുണ്ടാകും. ആ തികയില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മളത് പിടിച്ചു വെക്കേണ്ടതുമില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ നമുക്കൊന്നും നഷ്ടമല്ല ഉണ്ടാകുന്നത്, മറിച്ച് അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളറിയാത്ത വഴിയിലൂടെ നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർന്നുകൊണ്ട് നിർവഹിക്കുക.
ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്. ആ ഹജ്ജും ഉംറയുമൊക്കെ നിങ്ങളുടെ ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യും. ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും ഹജ്ജ്, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും ഉംറ. റസൂൽ പറയാണ് വദ്ദുനൂബ്, അതുപോലെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. എന്നിട്ടൊരു ഉദാഹരണം, കമാ യൻഫിൽ കീറു ഖുബ്സൽ ഹദീദി വദ്ദഹബി വൽ ഫില്ലത്തി വലൈസ ലിൽ ഹജ്ജിൽ മബ്റൂർ സവാബൻ ദൂനൽ ജന്ന. ഏതുപോലെ ഒരു കൊല്ലൻ അല്ലെങ്കിൽ ഒരു ലോഹത്തിൻ്റെ പണിയെടുക്കുന്നവൻ ആ ലോഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉല ഊതി അതിനെ സംസ്കരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇബാദത്തുകളിലൂടെ, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രത്യേകിച്ച് ഹജ്ജിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, ആ ഹജ്ജിലൂടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. മറ്റൊന്ന് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ആ ജീവിത പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നത് ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്. ഹജ്ജ് എന്ന് പറയുമ്പോൾ കേവലം ആ കർമ്മങ്ങൾ മാത്രമല്ല, അവിടെ ചേർത്ത് പറഞ്ഞത് മബ്റൂർ എന്നാണ്. നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോഴും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കാണ് മബ്റൂർ എന്ന് പറയുന്നത്. അത്തരം കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പം ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, ദുനിയാവിലെ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ പടച്ചവൻ്റേതാണ്, അള്ളാഹുവിൻ്റേതാണ്. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കേണ്ടത് എന്ന് ഉള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തെ പറ്റി ഖുർആൻ പറയുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് റബ്ബി ഗഫ്ർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവിനോട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്നാമത് റബ്ബി ഗഫ്ർലി, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. രണ്ടാമത് വഹബ്ലി മുൽക്കൻ, എനിക്കൊരു അധികാരം നീ നൽകണം. ആ അധികാരം ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാത്ത രൂപത്തിലുള്ള, അത്രയും ഒരാൾക്കും ലഭ്യമാകാത്ത രൂപത്തിലുള്ള അധികാരമാണ് പടച്ചവനെ നീ എനിക്ക് നൽകേണ്ടത്. ഇന്നക അൻതൽ വഹാബ്, നീ എല്ലാം ദാനം ചെയ്യുന്നവനാണല്ലോ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം. ഈ കാര്യങ്ങളൊക്കെ കിട്ടി, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. ആ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഖുർആൻ പറയുന്നത് ഖാല ഹാദാ മിൻ ഫളി റബ്ബി, പടച്ചവനെ ഇത് നിന്റെ അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന ചിന്തയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങളും, അതെത്ര ചെറുതായിരുന്നാലും വലുതായിരുന്നാലും പടച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. എന്തിനു വേണ്ടിയാണ് പടച്ചവനെ നീ എനിക്ക് നൽകിയത്? അഷ്കുറു അം യബ്ലുവനി അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കേട് കാണിക്കുമോ അല്ല നന്ദിയോടുകൂടി ഈ കാര്യങ്ങളെ ഞാൻ സ്വീകരിക്കുമോ എന്ന് പടച്ചവനെ നീ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തനിക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ ഏത് രൂപത്തിലാണ് സമീപിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അധികാരവും സമ്പത്തും കഴിവും ഇതൊക്കെ നമ്മൾ എത്ര ചെറിയ മേഖലയിലായിരുന്നാലും ഉയർന്ന മേഖലയിലായിരുന്നാലും ഒക്കെ അതൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടും പരസ്പരം ആളുകളുമായി ഷെയറിങ്ങിലൂടെയും ജീവിതത്തെ ധന്യമാക്കണമെന്ന് അള്ളാഹു നമ്മളോട് പറയാണ്. കാരണം അങ്ങനെ ചെലവഴിക്കുന്നവർക്കാണ് ഇഷ്ടം പോലെ കിട്ടുക എന്നുള്ളത്. ഖുർആൻ അതിനെ സംബന്ധിച്ച് ഉദാഹരണം പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളെ പടച്ചവന്റെ തൃപ്തിയോടുകൂടി നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഓരോ ധാന്യമണിയും മുളച്ച് 7 കതിരുകളായി, അതിലെല്ലാം 7 കുലകളിൽ, ആ ഓരോ കുലകളിലും 100 മണികൾ, അങ്ങനെ 700 മണികളാകുന്ന രൂപത്തിൽ ധാന്യങ്ങൾ മുളച്ച് വളർന്ന് പന്തലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ആ രൂപത്തിൽ പുഷ്ടിപ്പെടുന്നത് പോലെ നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും, നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നാണയത്തുട്ടുകളും, നിങ്ങളുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾ പങ്കുവെക്കുന്ന ഓരോ പങ്കുവെക്കലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വളർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലോകം നിലനിൽക്കുന്നത്,
ഈ പ്രപഞ്ചം നിൽക്കും നമ്മുടെ ഒന്നും വിചാരം പോലെയല്ല. എല്ലാ പുൽക്കൊടികളും, ഓരോ ജീവജാലങ്ങളും, ഓരോ ചെറിയ പ്രാണികളും, മനുഷ്യരിലെ അവശന്മാരായിട്ടുള്ള ആളുകളും, നിർധനരായിട്ടുള്ള ആളുകളും, രോഗികളും, അംഗവൈകല്യം ബാധിച്ചിട്ടുള്ള ആളുകളും, ജീവിത മാർഗങ്ങൾ തടയപ്പെട്ടിട്ടുള്ള ആളുകളും, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അള്ളാഹ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി പറയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അൻഫിഖ്, നിന്റെ കയ്യിലുള്ളത് നീ ചെലവഴിക്ക്, എന്നാൽ ഉംഫിഖ് അലൈക, നിനക്ക് വേണ്ടി ഞാനും ചെലവഴിക്കും. അള്ളാഹ് പറയണം, റസൂൽ പറയുന്നത്, റസൂൽ വിവരിക്കുകയാണ്. വഖാല യമീനുല്ലാഹി മൽആ, അള്ളാഹുവിൻ്റെ കൈ വളരെ ഫുള്ളാണ്, അത് പൂർണ്ണമാണ്. വഖാല ഇബ്നു നുമൈർ മൽആൻ എന്ന രൂപത്തിലാണ് മറ്റൊരു പ്രയോഗമുള്ളത്, നിറഞ്ഞു നിൽക്കുകയാണ്. സഹാവ്, അങ്ങേറ്റം ഔദാര്യമാണ് അല്ലാഹു. ലാ യുഗീലുഹാ ശൈഉൻ അല്ലൈല വന്നഹാർ, നിങ്ങൾ രാത്രിയോ പകലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നത് കൊണ്ട് ആ ഔദാര്യം കുറഞ്ഞു പോവുകയില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിജ്ഞാനം, അറിവ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്ന, അതിനുവേണ്ടി മെനക്കെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജീവിത മാർഗങ്ങളിൽ ഇറങ്ങിത്തിരിക്കാൻ സാധ്യമാകുകയില്ല. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന, വിജ്ഞാനത്തിൻ്റെ മാർഗങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിലൂടെ അള്ളാഹു ആരാണോ ഈ കാര്യത്തിൽ സഹായിക്കുന്നത് അവർക്ക് അള്ളാഹു നന്മ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു സംഭവം, കാന അഖവാനി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലത്ത് രണ്ട് സഹോദരന്മാർ. ആ രണ്ട് സഹോദരന്മാർ ഫകാന അഹദുഹുമാ യഅതി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് പ്രവാചകന്റെ അടുത്ത് വരും, എന്നിട്ട് പ്രവാചകന്റെ സദസ്സിൽ വന്നിരിക്കും. അവിടെ വന്നിരുന്ന് റസൂൽ പറയുന്നത് കേൾക്കും, റസൂലിൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കും, അത് മനഃപ്പാഠമാക്കും, അത് ഉൾക്കൊണ്ടും അങ്ങനെ അറിവ് നേടുക എന്ന, പ്രവാചകന്റെ മജ്‌ലിസിൽ വന്ന് വിജ്ഞാനം, ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുക എന്ന ആ നിയ്യത്തോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പ്രവാചകന്റെ സന്നിധിയിൽ വന്നിരിക്കും. വല്ലാഹറു യഹ്തരിഫു, മറ്റേ സഹോദരൻ ആണെങ്കിൽ അദ്ദേഹം ജോലിക്ക് പോകും. അങ്ങനെ ജോലിക്ക് പോകുന്ന ആൾ ഫശക്ക അൽ മുഹ്തരിഫു അഖാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ജോലിക്ക് പോകുന്ന ആൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി പറഞ്ഞു. എൻ്റെ സഹോദരൻ ജോലിയുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ്റെ കാര്യവും കൂടി ഞാൻ നോക്കേണ്ട സ്ഥിതിയാണുള്ളത് എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ലഅല്ലക തുർസഖു, നിനക്ക് കൂടി ഉപജീവനം ലഭ്യമാകുന്നത്, നിനക്ക് ജീവിക്കാനുള്ള വക ലഭിക്കുന്നത് ഈ ഒരു ഔദാര്യം നീ കാണിക്കുന്നത് കൊണ്ടാണ്. വിജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പഠനത്തിന് വേണ്ടി അവരുടെ ജീവിത ആവശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നത് നഷ്ടമല്ലെന്നും അത് പോരായ്മയല്ലെന്നും, നമുക്ക് കൂടി അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് കൂടി അത് ലഭിക്കുന്നത് ഇവരുടെ വിജ്ഞാനം നുകരുന്നത് കൊണ്ടാണെന്നും അത്തരത്തിലുള്ള സൗകര്യങ്ങളിലൂടെയാണെന്നും, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും അവരുടെ എല്ലാം നിലനിൽപ്പിലൂടെയാണ് ഈ ലോകവും പ്രപഞ്ചവും മനുഷ്യനും മാനവ സമൂഹവും നിലനിൽക്കുന്നത് എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ലഭിച്ചു തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അത് പടച്ചവൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളിലേക്ക് കണ്ണോടിക്കുകയും എവിടെയാണോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത് അതിനെ സഹായിക്കുന്നത് നഷ്ടമല്ല, അത് ലാഭകരമായ ഒരു പ്രവർത്തനമാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളും ഹദീസുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ഈ ഏറ്റവും നീതിപൂർണമായ, ഏറ്റവും വിനയത്തോടു കൂടിയുള്ള, ഏതെങ്കിലും ആളുകളെ നശിപ്പിക്കാനോ
ഉന്മൂലനം ചെയ്യാനോ അല്ല. ശത്രുവിൻ്റെ കാര്യത്തെ പോലും സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് പടച്ചവൻ്റെ അനുഗ്രഹം അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ദീനിൻ്റെ കാര്യമാണെങ്കിൽ പോലും അതിനാരോടും നമുക്ക് ശത്രുതയില്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വെറുക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വെറുക്കുകയോ മുസ്ലിംകളെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കവരോട് വെറുപ്പില്ല, നമുക്കവരോട് സമീപനത്തിൽ മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. ആ എതിർപ്പ് അവരോട് അതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. അവരോട് അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെ നമ്മുടെയും പ്രയാസങ്ങളാണെന്ന് ഉൾക്കൊള്ളുവാനുള്ള വിശാല മനസ്കത, അതാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഈ മാതൃകയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഈ വിശാലത ഉൾക്കൊള്ളുവാനും ആ ഒരു വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ ഉള്ളതെന്ന ഉയർന്ന ചിന്ത, അഭിമാനബോധം ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാതി തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 22 ലോക ഭൗമദിനമായിരുന്നു. 179ഓളം രാജ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ള 1970 യുഎൻഒ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആഘോഷമാണിത്. അതിൻ്റെ പരിസ്ഥിതി നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ലോകത്തെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശക്തി, നമ്മുടെ ഗ്രഹം, ഇതാണ് ഈ വർഷത്തെ അതിൻ്റെ പ്രമേയം. അവർ പവർ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമ്മളോട് പറയുന്നത്, ഈ ഭൂമിയിലെ അള്ളാഹു നമ്മെ നിയോഗിച്ചിട്ടുള്ളത് ഖിലാഫത്ത്, ഖലീഫ എന്ന രൂപത്തിൽ പ്രയോഗം നടത്തി വിശദീകരിക്കേണ്ടതാണ്. ആ ഖിലാഫത്തിൻ്റെ ഭാഗമായി ഒരു അമാനത്ത് നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു അമാനത്ത് നിർവഹിക്കുവാനുണ്ട്. അതുപോലെ ഈ ഭൂമിക്കും ഈ പ്രപഞ്ചത്തിനും ഒരു മീസാൻ, ഒരു ബാലൻസ് ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അതനുസരിച്ച് കൊണ്ട് നമ്മൾ വിനിയോഗിക്കണം എന്ന് പറയുന്നു. ഒരു ധൂർത്തും പാടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ രൂപത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, എൻ്റെ ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ പങ്കുവെക്കലിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹ് പറയുന്നു, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം നടത്തുക. കാരണം അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമെന്താണ്? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അള്ളാഹു സുബ്ഹാനഹു വ തആല സുഭിക്ഷമായ മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. വയുംദിദുകും ബി അംവാലിൻ വ ബനീന. നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും അള്ളാഹു അത് മുഖേന അള്ളാഹു നിങ്ങൾക്ക് പോഷണം നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുമെന്ന് ഈ ആയത്തിലൂടെ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതായി ഖുർആൻ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അത്യുഷ്ണമാണ്. മഴയില്ലാത്ത, വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലൊക്കെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുവാനും ഇസ്തിഗ്ഫാർ നടത്തുവാനും ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ സന്ദർഭങ്ങളിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ. അല്ലാഹുമ്മ സ്വയ്യിബ്നാ നാഫിഅ, പടച്ചവനെ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ജഅൽഹു മതറൻ ഹനീഅൻ നാഫിഅൻ ലിൽ ഇബാദി വൽ ബിലാദ്. നാടിനും ജനങ്ങൾക്കുമൊക്കെ ഉപകാരപ്രദമായ ശാന്തമായ മഴ പടച്ചവനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചതായി നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുന്നു. അതുപോലെ മഴ ലഭിച്ചാൽ അത് ഏതെങ്കിലും ഒരു സീസൺ ലഭിച്ചതായിട്ടോ
അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയാതെ രൂപത്തിൽ മറ്റ് പദപ്രയോഗങ്ങൾ നടത്തരുത് എന്നാണ് പറയുന്നത്. മുത്തഖനാബി ഫളിലില്ലാഹി വ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും നമുക്ക് മഴ ലഭിച്ചു എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ മഴ അല്ലാഹുമ്മ ജഅൽഹു സഖിയൻ റഹ്മതൻ സുഖിയാ റഹ്മത്തിൻ വലാ സുഖിയാ അദാബിൻ. പടച്ചവനെ, മഴ വർഷിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കുടിനീരായിക്കൊണ്ടും അദാബിൻ്റെ വെള്ളമല്ലാതെയും ഉള്ള മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅൻ നാഫിഅൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി തേടിയ പ്രാർത്ഥന, അല്ലാഹുവേ ഞങ്ങൾക്ക് സമൃദ്ധവും ആരോഗ്യകരവും പ്രയോജനകരവും ദോഷകരമല്ലാത്തതുമായ എത്രയും വേഗം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഴ ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽ ഗനിയ്യു വ നഹ്നുൽ ഫുഖറാ. പടച്ചവനെ, നീ അല്ലാതെ മറ്റാരാധനക്കർഹനായ മറ്റാരുമില്ല. അൻതൽ ഗനിയ്യു, നീയാണ് എല്ലാം തികഞ്ഞിട്ടുള്ള ആൾ. വ നഹ്നുൽ ഫുഖറാ, ഞങ്ങളെല്ലാം ആവശ്യക്കാരനാണ് റബ്ബേ. അതുകൊണ്ട് അൻസിൽ അലൈനാ അൽ ഗൈസ്, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണമേ അല്ലാഹുവേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തതായി നമുക്ക് കാണുവാൻ. ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ആ രൂപത്തിൽ അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഖത്തീബ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുട്ടി ഒരു വലിയ ഒരു ഓപ്പറേഷന് വിധേയമാകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ഏറ്റവും സക്സസ് ആവുകയും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചിപ്പിച്ച് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.